ദൃശ്യം 3 വൺ ഓഫ് ദ മോസ്റ്റ് അവൈറ്റഡ് മൂവി ഓഫ് ദിസ് ഇയർ എന്ന് പറയുന്ന രീതിക്ക് നമ്മൾ അത്രയും കാത്തിരിക്കുന്ന ഒരു മൂവിയാണ്. അപ്പം ഈ മാസം 21-ാം തീയതി, അതായത് മെയ് 21-ാം തീയതി നമ്മുടെ ലാലേട്ടൻ്റെ ബർത്ത്ഡേ, അതായത് പിറന്നാൾ ദിവസമാണ് പടം റിലീസാകുന്നത്. സോ ദൃശ്യം 1ഉം 2ഉം കാണാത്തവരായിട്ട് ആരും തന്നെ കാണത്തില്ല. ദൃശ്യം 2 ഇൻ കേസ് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ പോലും ദൃശ്യം 1 കാണാത്തവരായിട്ട് ആരും തന്നെ കാണത്തില്ല. ദൃശ്യം 2-നകത്ത് പലർക്കും പല പല അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ദൃശ്യം 1-നകത്ത് എനിക്ക് തോന്നുന്നില്ല ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്നോ അല്ലെങ്കിൽ ആർക്കും സാറ്റിസ്ഫൈഡ് ആകാത്ത ഒരു മൂവിയാണ് ദൃശ്യം 1 എന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ഒരാളെ കൊണ്ട് ഇതുപോലെയൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അത് പോസിബിൾ ആണോ എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ വെച്ചുകൊണ്ട് ദൃശ്യം 2 പലർക്കും പല രീതിയിലും വർക്കാകാത്ത ഒരു മൂവിയാണ്. ഞാൻ പറഞ്ഞത് ഒരു 95% ഓഫ് ആൾക്കാർക്ക് വർക്കായില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഒരു ചില പെർസെൻറ്റേജ്, ഒരു 2%, 3% ആൾക്കാർക്ക് വർക്കായില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. സോ അപ്പം 1നോളം അത്രയ്ക്ക് ടഫ് തരുന്ന രീതിക്ക് ഒരു സെക്കൻഡ് പാർട്ട് തന്ന ഒരു ടീമിന് അല്ലെങ്കിൽ ജിത്തു ജോസഫിന് നമുക്ക് 3 എന്തായിരിക്കും അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ നമുക്കുണ്ട്. അപ്പം അവർ അതിനോടൊപ്പം തന്നെ കിടുക്കനായിട്ടുള്ള 3 ആയിരിക്കും നമുക്ക് തരാൻ പോകുന്നത് എന്ന് നമ്മൾ ഭയങ്കര എക്സ്പെക്റ്റേഷൻ ഇരിക്കുന്ന ഒരു പടമാണ്. സോ ഇപ്പം ഒരു ടീസർ വന്നു, ട്രെയിലർ വന്നു. ടീസറിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഫസ്റ്റ് പാർട്ടിൻ്റെ കുറച്ച് സീൻ കാണിക്കുന്നുണ്ട്, സെക്കൻഡ് പാർട്ടിൻ്റെ കുറച്ച് സീൻ കാണിക്കുന്നുണ്ട്, തേർഡ് പാർട്ടിനകത്ത് ഈ പറഞ്ഞ പോലെ ലാലേട്ടൻ ഒരു പള്ളിയിലിരിക്കുന്നതും പിന്നെ അതുപോലെ ആരോടോ ഒരു കുറ്റസമ്മതം എന്നുള്ള രീതിക്കുള്ള കുറച്ച് സാധനങ്ങൾ കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ വരുൺ പ്രഭാകരൻ്റെ അച്ഛനമ്മയായിട്ടുള്ള ഗീതാ പ്രഭാകരനാണെങ്കിലും ഇവർ ഈ ഒരു അമേരിക്കയിൽ എവിടെയോ ആണെന്ന് തോന്നുന്നു, ഐ മീൻ ഫോറിൻ കൺട്രിയിൽ എവിടെയോ ആണെന്ന് തോന്നുന്നു, അവരവിടെ ഇരിക്കുന്നതായിട്ടുള്ള കുറച്ച് ഷോട്ടും കാര്യങ്ങളും. ദെൻ ഈ പറഞ്ഞതുപോലെ ലാലേട്ടൻ്റെ ഒരു കുറ്റസമ്മതം പോലെ എന്ന രീതിക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വോയിസ് പോകുന്നുണ്ട്. ദെൻ ദൃശ്യം 3യുടെ ടൈറ്റിൽ കാർഡ് കാണിക്കുന്നു. സോ ഇത്രയാണ് ആ ഒരു ടീസറിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ അത് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായത് ലാലേട്ടൻ്റെ ക്യാരക്ടർ, അതായത് ജോർജ് കുട്ടി എന്ന് പറയുന്ന ക്യാരക്ടർ എവിടെയോ ഒരു കുറ്റസമ്മതം നടത്തുന്ന പോലെ ഉണ്ട്. അതായത് അത് പള്ളിയിലിരിക്കുന്ന ഒരു ഷോർട്ടായിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ പോലും അതൊരു പള്ളിയിൽ അച്ഛനോടുള്ളൊരു കുറ്റസമ്മതമല്ല. കാരണം അതിനകത്ത് സർ എന്ന് വിളിച്ചിട്ടാണ് ആ ഒരു ടോക്ക് പോകുന്നത്. അത് മേ ബി ഒരു പോലീസ് ഉദ്യോഗസ്ഥനാകാം, അല്ലെങ്കിൽ ഒരു വക്കീലാകാം, ഒരു പദവിയിലിരിക്കുന്ന ഒരാളിനോടായിരിക്കും. മേ ബി അതൊരു പോലീസുകാരനാകാനാണ് ചാൻസ് കൂടുതൽ. സോ മേ ബി ചിലപ്പോൾ അത് ഷാജോൺ ചെയ്ത കഥാപാത്രമായിരിക്കാം, മേ ബി. അപ്പം ഇത് ഇത്രയാണ് ടീസറിനത് കാണിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ട്രെയിലർ വരുന്നുണ്ട്. സോ ട്രെയിലർ വന്നപ്പോഴത്തേക്ക് നമുക്ക് കുറച്ചെന്നല്ല, നമുക്ക് ഏകദേശം ഒരു പ്ലോട്ട് ഐഡിയ കിട്ടി, ഇതായിരിക്കാം ഇതിനകത്ത് സംഭവിക്കാൻ പോകുന്നത്. അതായത് ഈ പറഞ്ഞ പോലെ ഈ കേസ് പോലീസുകാർ ഏറ്റെടുത്ത് പോലീസുകാർക്ക് അത് കംപ്ലീറ്റ്ലി അത് കേസ് സോൾവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ദെൻ അത് അങ്ങനെ ഒരു പെൻഡിങ് കേസ് നിന്ന്, കാരണം അവർക്ക് തെളിവുകളോ എവിഡൻസോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലല്ലോ. കാരണം ആകപ്പാടെ കിട്ടാവുന്ന ഒരു എവിഡൻസ് എന്ന് പറയുമ്പം വരുൺ പ്രഭാകരൻ്റെ അസ്ഥികൂടം അല്ലെങ്കിൽ സ്കെൽട്ടൺ ആയിരുന്നു. ബട്ട് അതുപോലും ജോർജ് കുട്ടി എന്ന് പറഞ്ഞ നമ്മുടെ ലാലേട്ടൻ്റെ ക്യാരക്ടർ ആസിഡ് ഒഴിച്ച് കരിച്ച് കളഞ്ഞു. സോ പോലീസുകാർക്ക് ഈ പറഞ്ഞതുപോലെ തെളിവുകളോ എവിഡൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആ കേസ് അങ്ങനെ നിൽക്കുകയാണ്. സോ ഈ കേസിന് മീഡിയാസ് ഏറ്റെടുക്കുന്നുണ്ട്. അതാണ് ആ ട്രെയിലറിനകത്തോ നമുക്ക് പേഴ്സണലി മനസ്സിലായ കാര്യം. സോ മീഡിയാസ് എടുത്തുകൊണ്ട് മീഡിയാസ് ഈ കേസിനെ പൊക്കിക്കൊണ്ട് വരികയും ദെൻ അവരുടേതായിട്ടുള്ള രീതിയിലോട്ട് ഈ കേസ് ഇങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം, അല്ലെങ്കിൽ ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം പോലീസുകാർക്ക് വഴിതെറ്റിപ്പോയത് എന്നുള്ള രീതിക്ക് അവർക്ക് തോന്നിപ്പിക്കുന്ന, അല്ലെങ്കിൽ ദെൻ അവരുടേതായിട്ടുള്ള രീതിക്ക് ഈ കേസിനെ കൊണ്ടുവരുന്ന ഒരു സാധനമായിട്ടാണ് ദൃശ്യം 3 ട്രെയിലർ കണ്ടപ്പോൾ നമുക്ക് പേഴ്സണലി തോന്നിയത്. അപ്പോൾ ട്രെയിലറിൻ്റെ ഒരു ഷോട്ടിനകത്ത് ജോർജ് കുട്ടി ആൻഡ് ഫാമിലി വക്കീലുമായിട്ട് ഏതോ ഒരു റെസ്റ്റോറൻറ്റ് ബേസ് ആയിട്ടുള്ള ഒരു ഔട്ട്ഡോർ ഇരുന്നോട് അവർ സംസാരിക്കുന്നുണ്ട്. ഇതുപോലെ അവർ, എനിക്ക് തോന്നുന്നു ഈ കേസിൻ്റെ കാര്യങ്ങളൊക്കെ മീഡിയാസ് പൊക്കിക്കൊണ്ട് വന്ന് കഴിഞ്ഞിട്ട് ദെൻ ഇവർ വീണ്ടും ഇതായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇതുവരെ ഇങ്ങനെയൊക്കെയാണല്ലോ നടന്നത്, ഇത് തന്നെ ഇങ്ങനെയൊക്കെയാണ് നടന്നതെന്നുള്ള ഒരു മറ്റേ റീകളക്ഷൻ പോലെ, അതായത് ഫസ്റ്റിനകത്ത് കാണിച്ചിട്ടില്ലായിരുന്നോ ഇവർ ഇത്രാം തീയതി പോയി ഇത്രാം തീയതി തിരിച്ചു വന്നു, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് മോഹൻലാലിൻ്റെ ക്യാരക്ടർ, അതായത് ജോർജ് കുട്ടി എന്ന് പറയുന്ന വ്യക്തി ഫാമിലിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് പോലെ വക്കീലായിട്ടൊന്ന് സംസാരിച്ച് ഇവർ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇന്ന രീതിയിലാണ് ചെയ്തത്, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെയാണ് ഇവരുടെ ലൈഫിൽ കൂടെ നടന്നത് എന്നുള്ള റീകളക്ഷൻ പോലെയാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ദെൻ അത് കഴിഞ്ഞിട്ട് ഒരു ഷോട്ടിനകത്ത് ഈ പറയുന്ന പോലെ ലാലേട്ടനും നമ്മുടെ വക്കീലും കൂടെ നടന്നു വരുമ്പം വക്കീൽ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ ആസിഡ് ഒഴിച്ച കാര്യം, അല്ലെങ്കിൽ സ്കെൽട്ടൻ അല്ലെങ്കിൽ അസ്ഥികൂടം നശിപ്പിച്ച കാര്യം എന്തുകൊണ്ട് ഫാമിലിയോട് പറയുന്നില്ല എന്നുള്ളത്. സോ അന്നേരം ലാലേട്ടൻ്റെ ക്യാരക്ടർ പറയുന്നുണ്ട്, ഞാൻ ഇനി അത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു കുറ്റക്കാരനാണ്, അല്ലെങ്കിൽ ഞാനൊരു വലിയ കുറ്റവാളിയാണ് എന്ന് എൻ്റെ ഫാമിലിക്ക് തോന്നിയാലോ എന്ന്. അപ്പോൾ വക്കീൽ പറയുന്നുണ്ട് അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ പുള്ളിക്കാരൻ തന്നെ പറയുന്നുണ്ട് എനിക്ക് പേഴ്സണലി അങ്ങനെ തോന്നുന്നുണ്ട്. ഒരിക്കലും ജോർജ് കുട്ടി എന്ന് പറഞ്ഞ ക്യാരക്ടർ
ഒരു കുറ്റം ചെയ്തിട്ടില്ല. ഫാമിലിയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ പുള്ളി ഈ കുരുവി കൂട് കൂട്ടുന്നത് പോലെ സ്വരുക്കുട്ടി വന്ന ഫാമിലിയിൽ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായപ്പോൾ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പുള്ളി ഈ ഒരു ഡെഡ് ബോഡി മറവ് ചെയ്തു എന്നുള്ളൊരു ഇതല്ലാതെ പുള്ളിക്കാരൻ ആരും കൊന്നിട്ടില്ല, പുള്ളിക്കാരൻ വേറൊരു കുറ്റവും ചെയ്തിട്ടില്ല. സോ ഫാമിലി രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആസ് എ ഗ്രഹനാഥൻ, ആസ് എ അച്ഛൻ, ആസ് എ ഫാദർ, പുള്ളിക്കാരൻ ആസ് എ ഹസ്ബൻഡ്, പുള്ളിക്കാരൻ ഏതൊരറ്റം വരെ പോകുന്ന ഒരു വ്യക്തിയാണ്. ദെൻ അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞതുപോലെ മീഡിയാസിലെ 2 പേഴ്സൺസ് ആയിട്ടുള്ള വീണ നന്ദകുമാറിനെയും പിന്നെ വേറൊരു ക്യാരക്ടറിനെയും കാണിക്കുന്നുണ്ട്. അപ്പം ഇവരാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു കേസിനെ അന്വേഷിക്കുന്ന 2 വ്യക്തികളെന്ന് തോന്നുന്നുണ്ട്. ഈ റിപ്പോർട്ടേഴ്സ് പോലീസുകാരുടെ അടുത്തും നാട്ടുകാരുടെ അടുത്തും ഒക്കെ പോയിട്ട്, അതായത് ഈ കേസന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥരുടെ അടുത്തും പോയിട്ട്, പിന്നെ അതുപോലെ ഇവരെ സെക്കൻഡിനകത്ത്, അതായത് ദൃശ്യം 2-നകത്ത് ഇവരെ നിരീക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു ഫാമിലീസായിട്ട് ഇവർ നിന്ന 2 പോലീസ് ഉദ്യോഗസ്ഥരുണ്ടല്ലോ, അപ്പോൾ അവരുടെ അടുത്തൊക്കെ പോയിട്ട് ഈ കേസിനെ കുറിച്ചോ അല്ലെങ്കിൽ ജോർജ് കുട്ടി എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ കുറിച്ചോ അല്ലെന്നുണ്ടെങ്കിൽ ഇവരുടെ ഫാമിലി എന്താണ് ഏതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും ഇതിൻ്റെ ഒരു റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇവർ ചെറിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് മേ ബി സോഷ്യൽ മീഡിയാസിലോ അല്ലെങ്കിൽ ചാനലിലോ ഒക്കെ ഇടുകയും ദെൻ അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു അതിനുശേഷമാണ് ഈ മുരളി ഗോപി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട്, അതായത് നമ്മുടെ ആന്റണി പെരുമ്പാവൂരിനോടും ഗണേഷ് കുമാറിനോടും അവർ പറയുന്നുണ്ട്, എനിക്ക് ആ ഫയലുകൾ മൊത്തം ജോർജ് കുട്ടിയുടെ കേസ് ഫയലിൻ്റെ മൊത്തം ഡീറ്റെയിൽസും വേണമെന്നൊക്കെ പറയുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു. അപ്പോൾ ഇവർക്ക് മേ ബി ഈ മീഡിയാസ് കാണിക്കുമ്പോൾ, അതായത് മീഡിയാസ് എന്തെങ്കിലുമൊക്കെ ഇത് കാണിക്കുമ്പോഴായിരിക്കും ഇവർക്കും മേ ബി തോന്നുന്നത് ഞങ്ങൾ ഇന്ന പോയിന്റ് വിട്ടല്ലോ അല്ലെങ്കിൽ ഇന്ന ലൂപ്പ് ഹോൾ ഞങ്ങൾക്ക് മിസ്സായല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ തോന്നി ചിലപ്പം വീണ്ടും കേസ് റീസ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ടായിരിക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളത് കാണിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഈ ജോർജ് കുട്ടിയുടെ ക്യാരക്ടർ നമ്മുടെ ദൃക്സാക്ഷി ഉണ്ടല്ലോ, ദൃശ്യം 2-നകത്ത് കാണിച്ച ദൃക്സാക്ഷി, ആ പുള്ളിക്കാരനെ പോയി മീറ്റ് ചെയ്യുന്നൊരു ഷോട്ട് കാണിക്കുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞ് വീട്ടിലേക്ക് ഇതുപോലെ ആരൊക്കെയോ വന്ന് ഇതുപോലെ കേസിനെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോഴും നമ്മുടെ ലാലേട്ടൻ്റെ ഫേസിലും മീനയുടെ ഫേസിലും ഒക്കെ ഭയങ്കര ഞെട്ടല്ലേ, അതായത് ഇങ്ങനെയൊക്കെയുള്ള മേ ബി എന്തെങ്കിലും ക്യൂരിയോസിറ്റി ഉണ്ടാകുന്ന രീതിക്കുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കാം അവർ വന്ന് ചോദിക്കുന്നത്. അതായത് മേ ബി മീഡിയസിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കണ്ടിട്ടോ അറിഞ്ഞിട്ടോ ഒക്കെ. പിന്നെ അതുപോലെ മറ്റേ സെക്യൂരിറ്റിക്കാരനുണ്ടല്ലോ, മറ്റേ ഒരു മെഡിക്കൽ കോളേജിൽ, പുള്ളിക്കാരനും ഇതുപോലെ ലാലേട്ടനെ വീട്ടിൽ വന്ന് കാണുന്നുണ്ട്. മേ ബി ലാലേട്ടൻ പറഞ്ഞിട്ട് കാണാൻ വരുന്നതായിരിക്കും. മേ ബി ചിലപ്പോൾ പുള്ളിക്കാരൻ്റെ ജോലി ചിലപ്പോൾ നഷ്ടപ്പെട്ട് കാണാം. ആകെപ്പാടെ ഉണ്ടായിരുന്ന എവിഡൻസിനകത്ത് തിരിമറിക്ക് കൂടുന്നെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ പുള്ളിക്കാരൻ്റെ ജോലി പോയെന്ന് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ ചിലപ്പോൾ ഫിനാൻഷ്യലി ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സപ്പോർട്ട് വേണം, അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഇത്ര രൂപ വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ ലാലേട്ടനെ ചിലപ്പോൾ വിളിച്ച് എന്തെങ്കിലും ബ്ലാക്ക് മെയിലോ അങ്ങനെ എന്തെങ്കിലും ചെയ്തപ്പോൾ ലാലേട്ടൻ പറഞ്ഞാണ് ചിലപ്പോൾ വാ നമുക്ക് നേരിട്ട് സംസാരിക്കാനുള്ള രീതിക്ക് ചിലപ്പോൾ വീട്ടിലോട്ട് വിളിച്ചതായിരിക്കാം. ദെൻ അത് കഴിഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ ലാലേട്ടൻ ഇരുന്ന് എന്തോ ഒന്ന് കാണുമ്പോൾ അല്ലെങ്കിൽ ആരെയോ കാണുമ്പോൾ ലാലേട്ടൻ ഞെട്ടുന്ന ഒരു സീനൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ലാലേട്ടൻ്റെ ക്യാരക്ടറിന് ഈ മീഡിയാസ് ആണ് ഇതിൻ്റെ പുറകിലെന്നുള്ളത് ഒരു പോയിന്റ് എത്തുമ്പോഴാണ് തോന്നുന്നത് അറിയുന്നതെന്ന് തോന്നുന്നു. കാരണം ഇതിന് മുന്നേ ഒരു ഷോട്ടിനകത്ത് ലാലേട്ടൻ്റെ ഒരു ഫോൺ കോൾ വരുന്നതും ഒക്കെ കാണില്ല. അപ്പം മേ ബി എനിക്ക് തോന്നുന്നു റാൻഡംലി വരുന്ന ഫോൺ കോൾ ചിലപ്പം ജോർജ് കുട്ടി എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ ചിലപ്പോൾ ഭീഷണിപ്പെടുത്തുക അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെയുള്ള എവിഡൻസും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ള രീതിക്ക് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് ലാലേട്ടൻ ആകപ്പാടെ ഞെട്ടി അങ്ങനെയൊക്കെയുള്ള സംഭവം. അപ്പോൾ ലാലേട്ടൻ ഒരു കോൾ ചോദിക്കുന്നുണ്ട് ഇതാരാണ് എന്നുള്ളത് അറിയാൻ എന്തെങ്കിലും വഴിയുണ്ടെന്ന്. അപ്പം ഇതാരാണ് എന്താണെന്നുള്ളത് പുള്ളിക്കാരൻ അറിയുന്നില്ല. പിന്നീട് ഒരു പോയിന്റിലായിരിക്കും ഇന്നത് മീഡിയാസ് ആണ് ഇതിൻ്റെ പുറകിൽ നിന്നുള്ളത് ചിലപ്പോൾ അറിയുന്നത്. പിന്നെ അതുപോലെ എസ്തറിൻ്റെ ക്യാരക്ടർ പറഞ്ഞാൽ ഫോണിൽ എന്തോ വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ അതേപോലെ ഒരു ഷോട്ടിനകത്ത് ലാലേട്ടൻ്റെ ക്യാരക്ടറും ഈ പറയുന്നത് പോലെ ഫോണിലൊരു വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞതുപോലെ കേസിൻ്റെ എന്തെങ്കിലും ഇവർ ചെയ്തതുപോലുള്ള എന്തെങ്കിലും ഒരു മാനിപ്പുലേറ്റഡ് വീഡിയോസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എവിഡൻസ് ചിലപ്പോൾ സോഷ്യൽ മീഡിയ സ്പ്രെഡായി കാണാം, അല്ലെന്നുണ്ടെങ്കിൽ ഇവർ ഈ മീഡിയാസ് റീക്രിയേറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയ ത്രൂ സ്പ്രെഡാക്കി കാണാം. അപ്പോൾ അത് കണ്ടിട്ട് ചിലപ്പം എസ്തറിൻ്റെ ക്യാരക്ടറും ലാലേട്ടൻ്റെ ക്യാരക്ടറും ചിലപ്പോൾ ഞെട്ടുന്നതായിരിക്കാം. പിന്നെ അതുപോലെ വേറൊരു ഷോട്ടിനകത്ത് അൻസിബയുടെ ക്യാരക്ടർ ഈ പറഞ്ഞതുപോലെ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്താണെന്നാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ഒരു സാധനമായിട്ടാണ് എനിക്ക് ബാക്ക്ഗ്രൗണ്ട് ഫീൽ ചെയ്യുന്നത്. സോ അവിടെ സ്വന്തമായി തന്നെ പുള്ളിക്കാരത്തി ഇപ്പം ട്രീറ്റ്മെൻറ്റ് മേ ബി പോകാൻ കേപ്പബിൾ ആയെന്നാണ്. കാരണം പുള്ളിക്കാരത്തെ മാത്രമേ ഷോട്ടിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഫാമിലി ഇല്ലാതെ ഇപ്പോൾ പുള്ളിക്കാരത്തേക്ക് ആ ട്രീറ്റ്മെൻറ്റും പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പോകാൻ പുള്ളിക്കാരത്തി കേപ്പബിൾ ആയിട്ടുണ്ട്. പുള്ളിക്കാരത്തിൻ്റെ ക്യാരക്ടർ കുറച്ചും കൂടെ ഒക്കെ ബെറ്ററായി. ഐ മീൻ ഫാമിലിയെ ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തമായി ഒക്കെ ട്രീറ്റ്മെൻറ്റിന് പോകാനും സ്വന്തമായിട്ട് കുറച്ചൊക്കെ കാര്യങ്ങൾ ചെയ്യാനും കുറച്ചൊക്കെ ഓവർകം ആയി സിറ്റുവേഷനിൽ നിന്ന്. ഐ മീൻ സിറ്റുവേഷൻ ഇങ്ങനെയാണ്, ഞാൻ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആയ പറ്റത്തുള്ള രീതിക്ക് പുള്ളിക്കാരത്തി കുറച്ചുകൂടെയൊക്കെ ഓവർകം ആയിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് മെയിൻലി ആ ട്രെയിലറിനകത്ത് കഴിഞ്ഞത്. പിന്നെ ലാസ്റ്റ് ഇതുപോലെ ഇങ്ങനെ എല്ലാം കഴിഞ്ഞില്ലേ എന്ന് വക്കീൽ ചോദിക്കുമ്പോൾ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട് എല്ലാം കഴിഞ്ഞോ. അതായത് പുള്ളിക്കാരൻ അറിയാം, ജോർജ് കുട്ടി എന്ന് പറഞ്ഞ ക്യാരക്ടറിന് അറിയാം ഇതൊരിക്കലും ഇത് അവസാനിക്കുന്നില്ല, ഇതിൻ്റെ പുറകെ തന്നെ ആൾക്കാർ ഇനിയും ഉണ്ട്. സോ ഞാൻ പ്രിപ്പയർ ആയിരിക്കണം, സോ ഞാനാണ് എൻ്റെ ഫാമിലിയെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള സംഭവങ്ങളൊക്കെ പുള്ളിക്കും അറിയാം. സോ ഇത്രയാണ് ട്രെയിലറിനകത്തും ടീസറിനകത്തും മെയിൻലി കാണിച്ച കാര്യങ്ങൾ. നമുക്ക് ഏകദേശം മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസ്
മീഡിയ ഏറ്റെടുക്കുന്നുണ്ട്. സോ മീഡിയാസ് ഈ കേസ് എങ്ങനെയെങ്കിലുമൊക്കെ തെളിവുകൾ സഹിതം, അല്ലെങ്കിൽ ഈ മീഡിയാസ് എങ്ങനെയെങ്കിലുമൊക്കെ റീക്രിയേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ മീഡിയാസ് എങ്ങനെയെങ്കിലും കുറേ കാര്യങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്ത് നാട്ടുകാരിൽ നിന്നും പോലീസുകാരിൽ നിന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ കളക്ട് ചെയ്ത കുറേ സാധനങ്ങൾ വെച്ചുകൊണ്ട് അവരൊരു സാധനങ്ങൾ ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിലും ടി വിയിലും അവിടെ ഇവിടെയൊക്കെ പബ്ലിസിറ്റി ചെയ്ത് ഈ കേസിനൊരു തുമ്പുണ്ടാക്കി കൊടുക്കുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ മീഡിയാസ് ഇറങ്ങിയിട്ടുണ്ട്. സോ ഇപ്പോൾ മീഡിയാസ് ആണ് ഇത് ചെയ്യുന്നത് എന്ന് ലാലേട്ടൻ്റെ ക്യാരക്ടറിന് ആദ്യമൊന്നും അറിയത്തില്ല. പിന്നീട് ലാലേട്ടൻ്റെ ക്യാരക്ടർ, അതായത് ജോർജ് കുട്ടി എന്ന് പറയുന്ന വ്യക്തിക്ക് ഇത് അറിയുന്നുണ്ട്. ദെൻ പുള്ളിക്കാരൻ എനിക്ക് തോന്നുന്നു ഈ കേസിനെയൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഇടുന്ന കുറച്ച് പ്ലാനുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കാം മേ ബി ഇതിനകത്ത് കാണിക്കുന്നത്. എന്തായാലും ഒരു കുറ്റസമ്മതം ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ഞാനെന്നല്ല ഒരു മലയാളിയെ എക്സ്പെക്റ്റ് ചെയ്യത്തില്ല. കാരണം ഇപ്പം ദൃശ്യം 1-നകത്ത് ആ ഒരു കേസ് അങ്ങനെ രീതിക്ക് പോയി, സെക്കൻഡിനകത്തും പുള്ളിക്കാരൻ നമ്മളെ ലാസ്റ്റൊക്കെ ആയപ്പോൾ നമ്മളെ ട്വിസ്റ്റ് ഞെട്ടിച്ച ഒരു സാധനമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഇനി പുള്ളിക്കാരൻ ഈ പറഞ്ഞതുപോലെ ഒരു കീഴടങ്ങൽ പോസിബിൾ ആയിരിക്കത്തില്ല. കാരണം ഇങ്ങനെ ഒരു കീഴടങ്ങൽ ആണെന്നുണ്ടെങ്കിൽ ജോർജ് കുട്ടി എന്ന് പറഞ്ഞ ക്യാരക്ടറിന് ഒരു വാല്യൂ ഇല്ലാണ്ടായിപ്പോൾ. ജോസഫിൻ്റെ ലാസ്റ്റ് മിനിറ്റിലുള്ള ഒരു ട്വിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കാത്തിരിക്കേണ്ടത്. ദൃശ്യം 3-കകത്ത് പുള്ളിക്കാരൻ എന്ത് ട്വിസ്റ്റാണ് കൊണ്ടുവരാൻ പോകുന്നത്. എന്തായാലും ട്വിസ്റ്റ് കാണാതിരിക്കത്തില്ല. സോ അപ്പം മീഡിയാസാണ് ഇതിനകത്ത് മെയിനായിട്ട് വരുന്ന ഒരു വില്ലൻ ക്യാരക്ടറായിട്ട് വരുന്നത്. സോ അപ്പോൾ അവരെ ഓവർകം ചെയ്യുന്ന ജോർജ് കുട്ടി എന്ന് പറയുന്ന 4ാം ക്ലാസ്സുകാരൻ്റെ ബുദ്ധി എന്താണ് എന്നറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കാത്തിരുന്ന വരത്തുള്ള സുഹൃത്തുക്കളെ. അപ്പം ഇതൊക്കെയാണ് നമുക്ക് ട്രെയിലറും ടീസറും ഒക്കെ കണ്ടപ്പം നമുക്ക് ഏകദേശമൊക്കെ മനസ്സിലായ കാര്യങ്ങൾ. പറഞ്ഞ പോലെ അൻസിബയുടെ ക്യാരക്ടർ കുറച്ചുകൂടെ മെച്ചുവേർഡ് ആയിട്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടെ കുറേ കാര്യങ്ങളിൽ നിന്ന് ഓവർകം ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഓവർകം ആയി മുന്നോട്ട് വരുന്നുണ്ട്. അതുപോലെ ജോർജ് കുട്ടി എന്ന് പറഞ്ഞ ക്യാരക്ടറിന് ഏജ് ആവുന്നതിനൊക്കെ അനുസരിച്ച് പുള്ളിക്കാരന് ചില മാനസാന്തരങ്ങൾ വരുന്നുണ്ട്. ബട്ട് ഒരിക്കലും തോറ്റു കൊടുക്കാനോ ഫാമിലിയെ വിട്ടുകൊടുക്കാനോ പുള്ളിക്കാരൻ്റെ ക്യാരക്ടർ തയ്യാറാവുന്നില്ല. ദെൻ ലെറ്റ്സ് സീ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പേഴ്സണലി ഈ ഒരു ടീസറും ട്രെയിലറും കണ്ടപ്പോൾ തോന്നിയത്. ഇതല്ല, ഇതിങ്ങനെയൊക്കെ ആയിരിക്കാം എന്നുള്ള രീതിക്ക് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടുത്തങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ പ്ലീസ് കമന്റ് ഇറ്റ് ഗൈസ്. അപ്പോൾ യെസ് ഗൈസ്, അപ്പോൾ അത്രേ ഉള്ളൂ.